ആ ബ്രാൻഡ് അംബാസിഡർ വരുന്ന ഇമ്പാക്റ്റ് ഇൻക്ലൂഡിങ് ആ കമ്പനിയുടെ ഉള്ളിലും പുറത്തോട്ടും വരുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബ്രാൻഡ് അംബാസിഡർ മാത്രം എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യാനും പഠിക്കണം. നമ്മൾ ചുമ്മാ ഒരു കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബ്രാൻഡ് അംബാസിഡർ, ഇത് കമ്പനീൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തെന്ന് കരുതി ഒരു ബിസിനസ്സും ഗ്രോ ചെയ്തിട്ടില്ല. നെയിമിങ്ങിൽ തന്നെ പറയുന്നതാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവരുടെ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഇതെങ്ങനെ നിങ്ങളൊരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് ആക്കുക? ഇത് രണ്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും കൂടി ഹെഡ് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടി ഹെഡ് ചെയ്താൽ നാളെ ക്വസ്റ്റ്യൻസ് ആരാ റീസ് ചെയ്യുക? സെയിൽസിന് ഇനഫ് ലീഡ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്. എൻ്റെ ലീഡ്സ് എവിടെ? ലീഡ്സ് വർക്ക് ഉണ്ട്, സെയിൽസ് കൺവേർട്ട് ആവുന്നില്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഹെഡുമായിട്ടാണ് സെയിൽസ് ടീമിനോട് ചോദിക്കേണ്ടത്. ഞാൻ തരുന്ന ലീഡ്സ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് രണ്ട് ടീം ഉണ്ടാവണം. വേൾഡിൽ ഏറ്റവും മോസ്റ്റ് ലക്ഷറീസ് ബ്രാൻഡ്സിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായത് LV ആണ്, സെക്കൻഡ് ഗുച്ചിയാണ്. അതിൽ 19ാം സ്ഥാനത്ത് നമ്മുടെ മലബാർ ഗോൾഡ് കയറി. മലബാർ ഗോൾഡ് അതിൽ ഫോഴ്സിലൊക്കെ ഒരുപാട് പുറകെയാണ്. അതായത് മലബാർ ഗോൾഡ് ആ ഒരു പൊസിഷനിലെത്തിയത് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ബ്രാൻഡ് സ്റ്റോറി വായിക്കായിരുന്നു. ഹൗ ഡിഡ് ദി അച്ചീവ് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ? 19ാമത്തെ മോസ്റ്റ് ലക്ഷറീസ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്. ആ സാധനം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ കമ്പനിയുടെ ഒരു വിഷനിൽ അവർ സെറ്റ് ചെയ്ത ഗോൾസിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള IBM-നെയാണ് സിസ്റ്റം ഓഡിറ്റിന് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈവാനെയാണ് പ്രോസസ് ഓഡിറ്റിന് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഡെലോയിറ്റിനായിരുന്നു വേറൊരു പെർട്ടിക്കുലർ ടാസ്കിന് അപ്പോൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ടോപ്പ് നോച്ച് കൺസൾട്ടിങ് ഫേമിന് വെച്ചിട്ടാണ് അവരുടെ പ്രോസസ് ഡിഫൈൻ ചെയ്തത്. അത് വെച്ചിട്ട് പുള്ളിക്കറിയാം എൻ്റെ പരിപാടി ഓപ്പറേഷൻസ് സെയിൽസ് ആണ്, ഐ ഫോക്കസ് ഓൺ ദാറ്റ്. ഈ കൺസൾട്ടിങ് ഓൾറെഡി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ടല്ലോ, അവർ ഈ കാര്യം ഫോക്കസ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഇന്ന് ആ പൊസിഷനിലോട്ട് എത്തിയത്. 19ാം സ്ഥാനം ഇസ് നോട്ട് എ സ്മോൾ നമ്പർ. ഹലോ ആൻഡ് വെൽക്കം ടു QCD ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനോട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാവുന്ന ഒരാൾ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. 200 crores മേലെ ആഡ്സ് സ്പെൻഡ് ചെയ്യുന്ന ബിസിനസ്സുകളുടെ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. 200 കോടിയിലധികം രൂപയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റുകളൊക്കെ താൻ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ ചെയ്ത് പരിചയമുള്ള ആളാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 10 വർഷത്തിലധികമായിട്ട് ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകളുടെ കൂടെ അതിൻ്റെ ഗ്രോത്തിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊജക്റ്റിലൊക്കെ 1 ലക്ഷം രൂപയുടെ ഒക്കെ ഒരു ക്യാമ്പയിൻ പ്രപ്പോസൽ ഐഡിയാസുകളൊക്കെ ഇന്നോവേറ്റീവായിട്ട് പോയാൽ ബിസിനസ് ഓണർ അല്ലെങ്കിൽ അതിൻ്റെ സംരംഭകൻ അത് ഓക്കെ ആണെങ്കിൽ പോലും അവിടെ ഹോൾഡ് ചെയ്യുക, റിജക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഈ ഫിനാൻസിൽ നിന്ന് വരുന്ന ഓരോ പ്രയാസങ്ങളാണ്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഓപ്പണായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ മാർക്കറ്റിംഗ് ഏജൻസി തരുന്ന പ്രപ്പോസൽസുകൾ, നമ്മൾ വെക്കുന്ന ക്യാമ്പയിൻസുകളിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ റിജക്ട് ചെയ്യുന്നു, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ, തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി എന്താണ് ഇതിനകത്ത്? നല്ല തുടക്കം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ തരുന്ന ക്യാമ്പയിൻസ് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കലല്ല പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ ജോലി. അത് വൺ എമംഗ് മെനിയാണ്. അതായത് ഞങ്ങൾ എപ്പോഴും ഒരു മാർക്കറ്റിംഗ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാർക്കറ്റിംഗിൽ ക്യാമ്പയിനിൽ തന്ന ഒരു പ്ലാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഫിനാൻസ് എന്ന രീതിയിൽ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുക കമ്പനിയുടെ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. എല്ലാ കമ്പനിക്കും ഒരു വ്യക്തമായിട്ടുള്ള ഗോള് ഞങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ഉണ്ടാവും. കാരണം ഒരു ഗോളോ വിഷനോ ഇല്ലാത്ത ഒരു ഓർഗനൈസേഷന് കൂടിയും ഞാൻ വർക്ക് ചെയ്യാറില്ല. അവിടെ ഞാൻ ഡീൽ ചെയ്യേണ്ട മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എത്രത്തോളം ഈ പറഞ്ഞ ക്യാമ്പയിൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അസസ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം. ഞാൻ കുറച്ചുകൂടെ ഒരു ലേമാൻസ് ആംഗിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ഗോൾ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക 50 കോടി ടാർഗറ്റ് കളക്ഷൻ ആയിരിക്കും. ടാർഗറ്റ് ടേൺ ഓവറാണ് ആ വർഷം കമ്പനി കാണുന്ന ആ ഫൈനാൻഷ്യൽ ഇയർ ടാർഗറ്റ്. ആ ഗോളുമായിട്ട് ഈ പറഞ്ഞ ക്യാമ്പയിൻ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ഞങ്ങൾ ആദ്യം നോക്കും. അതിന് പല രീതികളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ പറഞ്ഞ ഗോൾ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിനൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഒരു HR ബഡ്ജറ്റും ഒരു ഇൻഫ്രാ ബഡ്ജറ്റും ഒരു സെയിൽസ് ബഡ്ജറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇത് വരണം. ഫസ്റ്റ് തിങ്, ഇതിൻ്റെ ബഡ്ജറ്റ് ക്രോസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നമുക്കൊരിക്കലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ ടാർഗറ്റ് ഗോളായിട്ട് ഇത് എത്രത്തോളം അച്ചീവ് ആവുന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫിനാൻസ് ടീം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളത് എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രമേ ഈ ടീമിനെ കാണാറുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ ഒരു യെസ് ഓർ നോ പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ഒരു ലോജിക്കിലാണ്. ദാറ്റ് മീൻസ് ഒരു ബിസിനസിൻ്റെ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 50 കോടി ടേൺ ഓവർ ആ വർഷം ചെയ്യുക എന്നാണെങ്കിൽ ആ 50 കോടി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് പ്ലാനിങ് നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. അത് സാധാരണ ചെയ്യാൻ ഇപ്പോൾ ഒരു April to March ആണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഒരു December, January തന്നെ ഇത് ഫൈനലാക്കി ലോക്ക് ചെയ്ത് വെക്കും. അടുത്ത വർഷത്തെ അത് ചുമ്മാ ഒരു നമ്പർ ആയിരിക്കില്ല. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും നമ്മുടെ കയ്യിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും പീപ്പിളും മാർക്കറ്റിങ്ങും പൈസയും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആ പറഞ്ഞൊരു ഫിഗർ എത്തുക.
ഇതാ ഒരു ബിസിനസ്സിൻ്റെ ഇവർ പറയുന്നത് പോലെ എല്ലാ ഏരിയകളിലേക്കുള്ള ബഡ്ജറ്റിംഗ് ഒരു വർഷം അല്ലെങ്കിൽ ആ വർഷ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ ആ ബഡ്ജറ്റിന് അകത്ത് നിൽക്കണം. ഓൾസോ ആ ഇവർ നിശ്ചയിച്ച ഈ ബഡ്ജറ്റിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് നിൽക്കുകയും വേണം. അത് ആ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഇവിടെ പറഞ്ഞ പോലെയാണെങ്കിൽ ആ 50 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കൂടി ആയിരിക്കണം. ഇത് രണ്ടും അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇനി എന്ത് കൊണ്ടുവന്നു ഫിനാൻസിൽ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തരുന്നതിന് മുമ്പായിട്ട് ആ കമ്പനിയുടെ ഗോൾ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. ശരി, അങ്ങനെ മാത്രം ഒരു മാർക്കറ്റിംഗിൽ ഞങ്ങളുടെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻസുകൾ മാത്രം തന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ, ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു ബിസിനസിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അകത്ത് എത്ര പെർസെൻറ്റേജ് ആണ് മാർക്കറ്റിംഗിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്? ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, വളരെ സ്പെസിഫിക് ആണ്. പക്ഷെ അതിൻ്റെ ഒരു ആൻസർ ഒരു സിംഗിൾ പെർസെൻറ്റേജിൽ എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു റെസ്റ്റോറൻറ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൻ്റെ ഏറ്റവും മേജർ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഫുഡ് കോസ്റ്റ് ആണ്. ഫുഡ് കോസ്റ്റ് ആണ്, പ്ലസ് അതിൻ്റെ ആൾക്കാരുടെ പീപ്പിൾ കോസ്റ്റ്. ഇത് രണ്ടും കൂടി അപ്രോക്സിമേറ്റ്ലി എന്തായാലും ഒരു 50 to 60% ആവറേജ് ആയിട്ട് എന്തായാലും ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഒരു വേറെ മിനിമം വരാറുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇതിൻ്റെ റെൻറ്റൽസും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഒരുപാട് കോസ്റ്റ് വേറെ വരും. അപ്പോൾ അവിടെ ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എങ്ങനെ ചെയ്താലും ഒരു 10% 12% അവർക്ക് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു എട്ടെക് കമ്പനി നമ്മൾ നോക്കുമ്പോൾ എട്ടെക്കിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മേജർ കോസ്റ്റ് വരുന്ന ഏരിയ ട്യൂട്ടർ കോസ്റ്റും ഫാക്കൽറ്റി കോസ്റ്റും പീപ്പിൾ കോസ്റ്റാണ്. അതിൽ കൂട്ടത്തിൽ വരുന്ന എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ബാക്കി കോസ്റ്റ്. ഈ ടെക്നോളജി കോസ്റ്റ് ഒക്കെ ഒരുപാട് മേജർ വരും. അവിടെ എട്ടെക്കിന് ചിലപ്പം കുറച്ചുകൂടെ പെർസെൻറ്റേജ് ഹയർ ആ മാർക്കറ്റിങ്ങിലോട്ട് ചിലപ്പം ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇൻഡസ്ട്രി ഏതാണോ അതിന് വെച്ചിട്ടാണ് മാർക്കറ്റിംഗ് പെർസെൻറ്റേജ് ഡിറൈവ് ചെയ്യുക. അത് പ്രാക്ടിക്കലി നമ്മൾ ബാക്ക്വേർഡാണ് കാൽക്കുലേറ്റ് ചെയ്യുക, റിവേഴ്സ് ആയിട്ട്. നമ്മളൊരിക്കലും ടേൺ ഓവർ വെച്ച് നമ്മൾ മാർക്കറ്റിംഗ് ബജറ്റ് അല്ല ചെയ്യുക. നമ്മളൊരു ടേൺ ഓവർ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് പ്രോഫിറ്റും സെറ്റ് ചെയ്ത് ബാക്കിലോട്ടാണ് നമ്മൾ എത്ര മാർക്കറ്റിംഗ് ബജറ്റ് പെർസെൻറ്റേജ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം. അത് വളരെ ക്ലിയർ ആണ്. ഇത് അതായത് എല്ലാ ബിസിനസ്സിലും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് എല്ലാത്തിലും വർക്കൗട്ട് ആകുന്ന ഫിക്സ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇതേ പോലെയുള്ള ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ ഒരു നീഡ് എന്താണെന്നുള്ളതാണ്. ഇനി എൻ്റെ ചോദ്യം, എല്ലാത്തിനും ഈ ROI കാൽക്കുലേറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റിവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റ് പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഫിനാൻസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. നമ്മളൊരു ലോഞ്ചിങ് ക്യാമ്പയിനൊക്കെ വരുമ്പം അതിൻ്റെ ഒക്കെ ബഡ്ജറ്റിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക? അത് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ ലോഞ്ചിങ്, അതായത് അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ, ഒരു ആദ്യമായിട്ടൊരു സ്ഥലത്ത് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ മാത്സ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. കാരണം അതിൻ്റെ ഇനീഷ്യലി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അത് പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്ച്വലി. അത് നമ്മളൊരു ബിസിനസ് ഓണർ, ഇപ്പം ഞാനൊരു ബിസിനസ് ഓണർ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് സെറ്റപ്പ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്, അതിന് ഇൻഫ്രാസ്ട്രക്ചറിൽ ചിലപ്പം ഒരുപാട് കോസ്റ്റ് വരാം. നമ്മളുടെ റെൻ്റൽ ഡെപ്പോസിറ്റ് തൊട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് പണികൾ വരാനുണ്ട്. നമ്മൾ കുറച്ച് 2-3 മാസത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് എപ്പോഴും നമ്മൾ കണ്ടുവെക്കണം. ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനകത്തൊരു പാർട്ടായിട്ടാണ് ഈ മാർക്കറ്റിംഗ് കോസ്റ്റ് വരിക. അപ്പോൾ അത് ബിസിനസ് എത്രത്തോളം സ്കെയിലിൽ പോകാൻ ആ ബിസിനസ് ഓണർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിസിലാണ് ആ ലോഞ്ചിങ് ക്യാമ്പയിൻ്റെ കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. ലോഞ്ചിങ് ക്യാമ്പയിനിൽ എപ്പോഴും നമ്മൾ നോക്കുന്നുണ്ടാവുക ആ ബ്രാൻഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഒരു സ്വീകാര്യത, ആക്സെപ്റ്റൻസ് എത്രത്തോളം വന്നു എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആണ്. ROI കേട്ടപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രപ്പോസൽസ് തരുന്ന സമയത്ത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് എന്താണ് അതായത് എസ്റ്റിമേറ്റഡ് റിസൾട്ട്സുകൾ എന്താണ്, അതേപോലെ തന്നെ ഒരു ആഡ് സ്പെൻഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്താൽ കിട്ടാവുന്ന പ്രതീക്ഷിക്കാവുന്ന എസ്റ്റിമേറ്റ് ചെയ്യാവുന്ന റിസൾട്ട് ഒക്കെ നമ്മൾ പ്രപ്പോസൽ വെക്കാറുണ്ട്. പക്ഷെ മാസ് മീഡിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനലിറ്റിക്സ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ROI എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന അവിടെ? അത് നല്ലൊരു ചോദ്യമാണ്. നിങ്ങളിപ്പം പറയാൻ ചോദിക്കുന്നത് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിലുള്ള ROI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്? എക്സാക്ട്ലി അത് തന്നെ. അത് ഫസ്റ്റ് ഓഫ് ഓൾ ROI നമ്മൾ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ബിസിനസിന്റെ ഫണ്ടമെന്റൽ കാര്യം. ₹1 ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് ₹2 കിട്ടണം. എന്ത് കിട്ടും? അതിലാണ് ROI എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും മെഷറബിൾ ആണ്. അപ്പോൾ ഈ ബിസിനസ് എത്ര സ്കെയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് പലതരത്തിലാണ് ഞാൻ പൊതുവെ കാണാറ്. ഇപ്പം TV ഉണ്ട്, ഹോർഡിങ്സുകളുണ്ട്, മെട്രോ പില്ലേഴ്സ് ഉണ്ട്, റേഡിയോ ഉണ്ട്, ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആ ബിസിനസ് എങ്ങനെയാണ് അതിനെ സ്കെയിൽ ചെയ്യാൻ കൊണ്ടുപോകുന്നത്, എങ്ങനെ വലുതാക്കാൻ, എത്രത്തോളം വൈഡർ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിസിലാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പൊതുവെ അവരെടുക്കാറ്. റീസെൻ്റ്ലി എക്സാമ്പിൾ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ റീസെൻ്റ്ലി ഒരു ബിസിനസ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്തു, IPL ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ IPL ആഡ് സ്പെൻഡ് ചെയ്തു. അതിപ്പോൾ ജിയോ സിനിമാസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് IPL പോകുന്നത്.
ആ ഒരു മാച്ച്, പെർട്ടിക്കുലർ മാച്ച് 22 കോടിയിലധികം ആൾക്കാർ ആ ഗെയിം വാച്ച് ചെയ്യണ്ടായി. ആ 22 കോടിയിലധികം വലിയൊരു ക്രൗഡ് എന്തായാലും ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് അന്ന് കണ്ടിട്ടുണ്ടാവും. അവിടെ കണ്ട സിംഗിൾ മാച്ചിൽ നിങ്ങളുടെ ബ്രാൻഡിന് കിട്ടുന്ന ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് 22 crore പ്ലസ് ആ ഒരു മാസ് മീഡിയയിൽ വന്ന ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, ചിലപ്പോൾ അതിന്റെ എത്രയോ കോടി അധികം എനിക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേന്. അത് ഈ മാസ് മീഡിയന്റെ ROI കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അത് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം യു ഡോണ്ട് ഹാവ് എനി ഡേറ്റ. അതിന്റെ ഒരു കാരണം ഒരു ഹോർഡിങ് കണ്ട് എത്ര കൺവേർഷൻസ് വരുന്നുള്ള ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഫിനാൻസ് ടീം ഇറ്റ് വർക്ക്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാസ് മീഡിയയിലൂടെ കണക്ട് ചെയ്തിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ കൺവേർഷൻസിന്റെ പെർസെൻറ്റേജിലും എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ നോക്കും. ഇതൊക്കെ വെച്ചിട്ടാണ്, പ്ലസ് ദാറ്റ് ഹാസ് ടു ബി വിത്തിൻ അവർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. അതാണ് ഫണ്ടമെന്റൽ സ്റ്റോറി. നമ്മൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ ആ ബിസിനസ് ഓണറുടെ കുറേ ഡിസിഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ പുള്ളിക്ക് ആ ഓണർക്ക് ചിലപ്പോൾ ഇന്ന ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഹി ബിലീവ്സ് ദാറ്റ് TV-യിലൂടെയുള്ള അഡ്വർടൈസ്മെന്റ് ഇപ്പോഴും ആ കൺവേർഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ന്യൂസ് പേപ്പറിലുള്ള ജാക്കറ്റ് പേജ് പുള്ളിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ കുറേയൊക്കെ ഒരു ഗിമിക്കാണ്. അതായത് ഏതിലൂടെ ഇട്ടാൽ ഏതിലൂടെ കൺവേർഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ അല്ലെങ്കിൽ മാസ് മീഡിയയിലും രണ്ടിലും എക്സ്പെക്ട് ചെയ്യുന്ന ROI അല്ലെങ്കിൽ അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്. അതെ, ഇത് രണ്ടിന്റെ ROI കമ്പ്യൂട്ടേഷൻ ഫാക്ടർ ഡിഫറെന്റ് ആണ്. അത് സെയിം ഫണ്ടമെന്റൽ നിങ്ങൾക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാസ് മീഡിയയിൽ ഉണ്ടാകുന്ന ഈ വിസിബിലിറ്റിയും ബ്രാൻഡ് ഇമേജും നമ്മുടെ ഡിജിറ്റൽ ക്യാമ്പയിൻസുകളുടെ പെർഫോമൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റിനെ പോസിറ്റീവായ രീതിയിൽ ഇമ്പാക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഉറപ്പായിട്ട് എന്തായാലും ഉണ്ടാവും. വളരെ ക്ലിയർ ആണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസ് മീഡിയ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത് അഫോർഡബിൾ അല്ലല്ലോ. ഇപ്പം ഒരു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞു ഒരു പത്രത്തിന്റെ ഫുൾ പേജ് പരസ്യം ചെയ്യാൻ എല്ലാവരും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല അത്രയും രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആ സ്കെയിലിൽ ബിസിനസ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു വോള്യൂം, ആ നമ്പേഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മാസ് മീഡിയ എന്നുള്ളത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, മാസ് മീഡിയ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ അഫോർഡബിൾ അല്ലാത്ത ഈ അഡ്വർടൈസിങ്ങിൻ്റെ വലിയ സാധ്യതകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഡിജിറ്റലി ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ അഡ്വർടൈസിങ്ങും ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. കാര്യം അവർക്ക് അഫോർഡബിൾ അല്ല. ഇത് താരിഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഞാൻ മനോരമയിൽ പോയിട്ട് എനിക്ക് ഈ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ പോയിട്ട് 10 ലക്ഷം രൂപക്ക് എനിക്ക് ഇത്രയധികം ആളുകളിലേക്ക് മാത്രമായിട്ടൊരു ജാക്കറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ പോസിബിൾ അല്ല. FM-ലെ സ്ലോട്ട് ആണെങ്കിലും ഇതൊക്കെ താരിഫിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. താരിഫിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഈ ഫിനാൻസ് കൺസൾട്ടന്റ്മാർ അല്ലെങ്കിൽ ബിസിനസ്സുകളുടെ എക്സ്പെക്ടേഷൻസ് മറ്റൊന്നാണ്. ഓപ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലെ ഇവരുടെ എക്സ്പെക്ടേഷൻസും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ശരിക്കും ഒരു ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ബ്രാൻഡ് വിസിബിലിറ്റി ഒക്കെയാണ് ഈ മാസ് മീഡിയയിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിസിനസ് അച്ചീവ് ചെയ്യുക, ഗോൾ അച്ചീവ് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഇതിനൊരു ഇമ്പാക്ട്സ് എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത്? ഇത്രയും അധികം കോടിയിലധികം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തൊക്കെ ഇമ്പാക്ട്സുകളാണ് ബിസിനസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്തവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്? അത് നമ്മളിപ്പം ഞാനൊരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ നമ്മൾ മാസ് മീഡിയയിൽ കമ്മ്യൂണിക്കേഷൻ പോയിട്ടുള്ള ബ്രാൻഡ്സ് അത് ടെക്നിക്കലി അവരൊരു ബിഗർ ബ്രാൻഡ്സിൻ്റെ സൈസിലോട്ട് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ പെർസെപ്ഷൻ മാറും, കാര്യം വരും. അത് ഡിജിറ്റലി പോയാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ മാസ് മീഡിയയിൽ വെൻ യു ഹാവ് 1000 ഹോർഡിങ്സ് അക്രോസ് കേരള എക്സാമ്പിൾ, അതിലൂടെ ആൾക്കാർ ആ ഹോർഡിങ് കണ്ട് ഞാൻ അതിൽ കുറേ ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് സയൻസ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ഒരു 3-4 തവണ സയൻസ് പഠിക്കുന്നുണ്ട്, കാരണം ഇതില്ലാതെ നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഹോർഡിങ്സുകൾ മൾട്ടിപ്പിൾ ഹോർഡിങ്സ് ഞാൻ പഠിച്ച പ്രകാരം 6-7 ഹോർഡിങ് കാണുമ്പോഴാണ് ആ ബ്രാൻഡ് രജിസ്റ്റേർഡ് ആവാന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ മുന്നിലോട്ടേക്ക്. അപ്പോൾ പ്രാക്ടിക്കലി നമ്മളൊരു സിംഗിൾ ഹോർഡിങ് വെച്ചതിനെ കൊണ്ട് ആക്ച്വലി വലിയ ഇമ്പാക്ട് ഒന്നും അവിടെ ക്രിയേറ്റഡ് ആവില്ല. അവിടെ സയന്റിഫിക്കലി പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാസ് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റഡ് ആയ ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡർ എൻഡോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടി ആണെങ്കിൽ അവിടെ കുറെ കോസ്റ്റ് റിഡക്ഷൻസ് വരും, ഈവൺ ഇൻ HR കോസ്റ്റിംഗ്. അതെങ്ങനെയാ HR കോസ്റ്റിംഗിൽ റിഡക്ഷൻ എങ്ങനെയാ അവിടെ വരുന്നത്? അത് ഞാൻ പറയാം. അതായത് HR കോസ്റ്റിംഗിൽ വരുന്നെന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് അംബാസിഡർ ഫ്ലോട്ട് എൻഡോസ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ, ചിലപ്പോൾ നിങ്ങളൊരു ജോബ് സീക്കറായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, ഒരു നോർമൽ കമ്പനി വേഴ്സസ് ഈ കമ്പനി വേണമെങ്കിൽ ടെക്നിക്കലി നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പാക്കേജ് കോംപ്രമൈസ് ചെയ്തിട്ട് പോലും ഈ കമ്പനി ചൂസ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി അതൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. എക്സാക്ട്ലി ഒരു ബ്രാൻഡ് അംബാസിഡറെ കാണുന്ന സമയത്ത് അതെ, ഓക്കെ. അപ്പം നിങ്ങൾ ചിലപ്പം ഈ കമ്പനി ഇതിനേക്കാൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ പോലും ചിലപ്പം ഇത് ചൂസ് ചെയ്തേക്കാം.
കാരണം നിങ്ങൾ നാളെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിൾ പറയുന്ന സമയത്ത് ഞാൻ ഇന്ന കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റെക്കഗ്നൈസ്ഡ് ആണ്. ഓക്കെ ഫൈൻ, മറ്റേത് ഇന്ന കമ്പനി ഇന്ന ഇതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ HR കോസ്റ്റിംഗിലും ആൾക്കാർ റീറ്റേൺ ചെയ്യുന്നതിലും ഈവൻ വെൻഡേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ ബ്രാൻഡ് വർക്ക് ചെയ്ത വെൻഡേഴ്സ് ഒക്കെ അവർ പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കില്ലേ? അത് തോന്നലാണ്. കാരണം ഞാൻ എക്സാമ്പിൾ ഒരു ചെയറിൻ്റെ ഒരു കമ്പനി പറയാം. ഒരു ചെയറിന് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ചിലപ്പോൾ ഒരു പ്രീമിയം ചെയർ ഓൾറെഡി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി, ഈ കമ്പനി അവിടെ ചിലപ്പം ചീപ്പർ റേറ്റിലാണ് അത് കോട്ട് ചെയ്യുക. കാരണം ഇവരുടെ പോർട്ട്ഫോളിയോക്ക് ആ കമ്പനി ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. തങ്ങളുടെ ക്ലയന്റ് ലിസ്റ്റിലേക്ക് ഇവരെ കൂടി ആഡ് ചെയ്യുന്നുള്ളത്. കാരണം അവർക്ക് important for every single person. ആ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ആ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുക ചെയ്യുക, കൂടുതലല്ല ചെയ്യുക. ശരി, അങ്ങനെയാണെങ്കിലും നമ്മളൊരു കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു സെലിബ്രിറ്റിയെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എൻഡോസ് ചെയ്യാനുള്ളൊരു പോപ്പുലർ ഫേസിനെ നമ്മൾ കൊണ്ടുവന്നു. നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഒരു HR കോസ്റ്റിൽ കോംപ്രമൈസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ വെൻഡേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിലേക്ക് സാധനങ്ങൾ തരുന്നു. ഇത് മതിയോ ശരിക്കും ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ബ്രാൻഡിന് അതിൻ്റെ അകത്തുള്ള അതിൽ ബ്രാൻഡ് അംബാസിഡർ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇതിലൂടെ തിരിച്ചു പിടിക്കണം ഒരു ബ്രാൻഡും പ്ലാൻ ചെയ്യരുത്. അതൊരിക്കലും കിട്ടുന്ന കാര്യമല്ല. ഇത് അലൈഡ് ആയിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ്, അല്ലാതെ ഇതുകൊണ്ട് അത് അങ്ങനെ ഒരിക്കലും കവർ ചെയ്യാൻ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദെയർ പോപ്പുലാരിറ്റി. അതെ, ആ പോപ്പുലാരിറ്റിന്റെ പുറത്തുള്ള ഗെയിമാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ ഈ ബ്രാൻഡ് അംബാസിഡർ എനിക്ക് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ എൻഡോസ് ചെയ്തിട്ടുള്ള പല ബ്രാൻഡ്സിനും ബ്രാൻഡ് അംബാസിഡർമാരുണ്ട്. അപ്പോൾ ആ ബ്രാൻഡ് അംബാസിഡർ എത്ര കൊടുത്തു, അത് കൂടുതലല്ലേ, നഷ്ടമല്ലേ, നിങ്ങൾക്ക് അത് വെച്ച് ഡിസ്കൗണ്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരും എനിക്ക് ഇങ്ങോട്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതായത് ആ ബ്രാൻഡ് അംബാസിഡർ വരുമ്പോൾ വരുന്ന ഇമ്പാക്റ്റ് ഇൻക്ലൂഡിങ് ആ കമ്പനീൻ്റെ ഉള്ളിലും പുറത്തോട്ടും വരുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബ്രാൻഡ് അംബാസിഡർ മാത്രം എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യാനും പഠിക്കണം. നമ്മൾ ചുമ്മാ ഒരു കോഡുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബ്രാൻഡ് അംബാസിഡർ, ഇത് കമ്പനീൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തെന്ന് കരുതി ഒരു ബിസിനസ്സും ഗ്രോ ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ, യൂസ് ചെയ്യേണ്ട മീഡിയത്തിൽ അത് റൈറ്റ് ROI കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു മോഡലിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിലാണ് ഞാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നാളെ ഒരു സോപ്പിൻ്റെ ഒരു കമ്പനി തുടങ്ങാമെന്ന് വെച്ചാൽ ഒരു 20 രൂപയുടെ സോപ്പ്, അതിൽ ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. ഇത് സോപ്പ് ഉപയോഗിക്കൂ, ഫെയർ ആവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നതും ഒരു സെലിബ്രിറ്റിനെ വെച്ച് അത് എൻഡോസ് ചെയ്ത് പോകുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ 20 രൂപയുടെ സോപ്പും ആ അപ്പുറത്ത് വെക്കുന്ന സോപ്പിൻ്റെ പ്രൈസ് ചിലപ്പോൾ സെയിം ആയിരിക്കും. ഇതിലൂടെ വാങ്ങുന്ന ടാർഗറ്റ് ഓഡിയൻസ് ഇതിൻ്റെ എത്രയോ മടങ്ങായിരിക്കാം ചിലപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡർ. അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ അത് ജനപ്രിയമാവും, അത് കുറേ കൂടെ പോപ്പുലർ ആവും, പെട്ടെന്ന് പോപ്പുലർ ആവും. അപ്പോൾ ആൾക്കാർക്ക് ഇന്ന് ആ സോപ്പ് നാളെ ഒരു കടയിൽ കാണുമ്പോൾ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അതിൽ എന്നെ കണക്റ്റഡ് ആവാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, ആ ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിനെ കണക്റ്റഡ് ആവും. അതിലൂടെ വരുന്ന റിട്ടേൺ ആണ്, അതായത് ആ റവന്യൂ ഗ്രോത്ത് ആണ് അവിടെ നമ്മൾ കാണുന്ന ഇൻവെസ്റ്റ്മെന്റ്, അല്ലാതെ ആദ്യം പറഞ്ഞ കോസ്റ്റ് സേവിങ്സിലല്ല. അതായത് 20 സോപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി 1000 പേർക്ക് വിൽക്കാനാണെങ്കിൽ നമ്മൾ വെറുതെ സെലിബ്രിറ്റിയുടെ പിറകിൽ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് റോഷൻ ഭായി പറഞ്ഞ സ്കെയിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു എളുപ്പത്തിൽ പറയാവുന്നത്. പക്ഷേ ഇതേ 20 രൂപയുടെ സോപ്പ് നിങ്ങൾക്ക് 1 കോടി പീസ് വിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ കൊടുത്തൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് എൻഡോസ് ചെയ്ത് കഴിഞ്ഞാലും ലോങ് ടേമിൽ അത് ആ സോപ്പിനെ അത് വാങ്ങിക്കുന്ന ആളുകളിലേക്ക് അതിൻ്റെ ഇമോഷൻസിനെ ഫീലിങ്സിനെ കൊണ്ടുപോകാനും അത് ആ ബ്രാൻഡിനെ കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. റീസെൻ്റ്ലി നമ്മൾ കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ ഗ്രോ ചെയ്ത ബ്രാൻഡാണ് ID ഫ്രഷ് എന്നുള്ളത്. ഫ്രഷ് ടു ഹോം ആണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പോപ്പുലറായ വലിയ, എസ്പെഷ്യലി കോവിഡ് ടൈമിലൊക്കെ, പോസ്റ്റ് കോവിഡ് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ടേൺ ഓവർ ഒക്കെ വളരെ വലുതാണ്. മാസ് മീഡിയയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഹ്യൂജ് സ്പെൻഡുള്ള പ്ലാറ്റ്ഫോംസുകളും മീഡിയാസുകളും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരു ബ്രാൻഡിന് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആവാം. നമ്മുടെ സ്വിഗ്ഗി, മിന്ത്ര, ഇപ്പം അൺഅക്കാഡമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിനാണ് അവർ ഒരു $1 ബില്യൺ കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത്. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അവർ ആ രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മുടെ ഫ്രഷ് ടു ഹോമിലെ മാത്യു സാർ പറഞ്ഞതുപോലെ മീൻ കച്ചവടം ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എന്തും ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്മൾക്ക് മാസ് മീഡിയയുടെ വലിയ സ്പെൻഡൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ്സിനെയും ബ്രാൻഡിനെയും പാൻ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ ഓൾ അക്രോസ് ഗ്ലോബിലോ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ഇഡ്ലിയും വടയും കണ്ടുപിടിച്ചത് PC മുസ്തഫയൊന്നും അല്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള ബ്രേക്ക്ഫാസ്റ്റ് കമ്പനി അല്ലെങ്കിൽ ഇഡ്ലി വട ബട്ടറൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയായിട്ട് ID ഫ്രഷ് മാറി എന്നുള്ളതാണ്. സോ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലിക്ക് ആവുന്ന ഒന്നും അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡിജിറ്റലി നന്നായി എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്ത് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
അതെ, അതിലൊരു ചെറിയ പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മാർക്കറ്റിംഗ് ആണ്. എന്തിനാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? എൻഡ് ഓഫ് ദി ഡേ സെയിൽസ് ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ മാർക്കറ്റിങ്ങും സെയിൽസും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിലല്ല, ഇതിന്റെ സെയിൽസ് ഫണൽ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിലാണ് ഒരു ബിസിനസിന്റെ വിജയം ആക്ച്വലി ഇരിക്കുന്നത്. ഞാൻ പല ഇൻഡസ്ട്രീസ് കണ്ടിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇ-കോമേഴ്സ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അതിലൊരാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വരെയാണ് മാർക്കറ്റിംഗ് ടീമിന് ചെയ്യാൻ പറ്റുക. അത് പ്ലേസ് ചെയ്യുന്നത് തൊട്ട് അത് ഡെലിവർ ചെയ്യുന്നത് വരെയുള്ള ഓപ്പറേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് മാത്രം ഓർഡേഴ്സ് വന്നത് എക്സിക്യൂട്ട് ആണോ നിർബന്ധമില്ല. ഇപ്പോൾ ഒരു എടെക് അക്കാഡമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും മൾട്ടിപ്പിൾ ആഡ്സ് കാണുന്നുണ്ടാവും. പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് സെയിൽസ് ടീമിൻ്റെ പണി അവിടെ തുടങ്ങുന്നത്. അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസും അതിൻ്റെ പുറകിലുള്ള നല്ലൊരു ടീമും ഇല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് പല ബിസിനസ് ഓണേഴ്സ് അത് മനസ്സിലാക്കാറില്ല. അവരവിടെ മാർക്കറ്റിംഗിൽ അഗ്രസീവായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് കോംപ്രമൈസ് ചെയ്യുന്നത് ഈ ടെക്നോളജിൻ്റെ പുറത്തും സെയിൽസിൻ്റെ പുറത്തും HR&D ഓപ്പറേഷൻസിൻ്റെ പുറത്താണ്. ഇത് വരുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും മാർക്കറ്റിംഗ് ഭയങ്കര നഷ്ടമാണെന്ന് പറയും. അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് അല്ല നഷ്ടം, പ്രാക്ടിക്കലി അവിടെ ചെയ്ത മെത്തഡാണ് അവിടുത്തെ വലിയ കോംപ്ലിക്കേഷൻ. പിന്നെ പൊതുവെ കണ്ട ഒരു ബിഗ് ബ്ലണ്ടർ ഞാൻ പൊതുവെ കാണാറ്, ബിസിനസ് ഓണേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ക്ലയൻസിനൊക്കെ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കുമല്ലേ നമ്മൾ ആദ്യം. ദാറ്റ് ഇസ് മൈ പ്രൈം ഡ്യൂട്ടി. ആ സമയത്ത് ഇവർ നെയിമിങ്ങിൽ തന്നെ പറയുന്നതാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവരുടെ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഇതെങ്ങനെ നിങ്ങളൊരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് ആക്കുക? ഇത് രണ്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും കൂടി ഹെഡ് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടി ഹെഡ് ചെയ്താൽ നാളെ ക്വസ്റ്റ്യൻസ് ആരാ റേസ് ചെയ്യുക? സെയിൽസിന് നാളെ സെയിൽസിന് എനഫ് ലീഡ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്. എൻ്റെ ലീഡ്സ് എവിടെ? ലീഡ്സ് വർക്ക് ഉണ്ട്, സെയിൽസ് കൺവേർട്ട് ആവുന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡുമായിട്ടാണ് സെയിൽസ് ടീമിനോട് ചോദിക്കേണ്ടത്. ഞാൻ തരുന്ന ലീഡ്സ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് 2 ടീം ഉണ്ടാവണം. ഇത് ആൾക്കാർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് വിളിക്കും, ചിലപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിളിക്കും. ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ സെയിൽസ് ആണ്. സെയിൽസും പ്ലസ് റവന്യൂ കളക്ഷനും എത്തിയാൽ മാത്രമേ ഈ മൊത്തം ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ കമ്പനീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് നല്ല ടെക്നോളജിയും നല്ല ടീമിനെയും അത് അപ്രോച്ച് ചെയ്യേണ്ട നല്ല ഒരു വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്ത് നല്ല കൺസൾട്ടൻസിന് ഓൺബോർഡ് ചെയ്യാന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈയിടെയുള്ള ഒരു സർവേയിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഡെലോയിറ്റ് എന്ന് പറഞ്ഞ ഒരു ബിഗ് 4 അക്കൗണ്ടിങ് ഫേമാണ്. അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ വേൾഡിൽ ഏറ്റവും മോസ്റ്റ് ലക്ഷറീസ് ബ്രാൻഡ്സിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായത് LV ആണ്, സെക്കൻഡ് ഗുച്ചിയാണ്. അതിൽ 19ാം സ്ഥാനത്ത് നമ്മുടെ മലബാർ ഗോൾഡ് കയറി. മലബാർ ഗോൾഡ് അതിൽ ഫോഴ്സിലൊക്കെ ഒരുപാട് പുറകെയാണ്. അതായത് മലബാർ ഗോൾഡ് ആ ഒരു പൊസിഷനിലെത്തിയത് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ബ്രാൻഡ് സ്റ്റോറി വായിക്കായിരുന്നു. ഹൗ ഡിഡ് ദി അച്ചീവ് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ? 19ാമത്തെ മോസ്റ്റ് ലക്ഷറീസ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്. ആ സാധനം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ കമ്പനിയുടെ ഒരു വിഷനിൽ അവർ സെറ്റ് ചെയ്ത ഗോൾസിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള IBM-നെയാണ് സിസ്റ്റം ഓഡിറ്റിന് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈവാനെയാണ് പ്രോസസ് ഓഡിറ്റിന് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഡെലോയിറ്റിനായിരുന്നു വേറൊരു പെർട്ടിക്കുലർ ടാസ്കിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ടോപ്പ് നോച്ച് കൺസൾട്ടിങ് ഫേമിന് വെച്ചിട്ടാണ് അവരുടെ പ്രോസസ് ഡിഫൈൻ ചെയ്തത്. അത് വെച്ചിട്ട് പുള്ളിക്കറിയാം എൻ്റെ പരിപാടി ഓപ്പറേഷൻസ് സെയിൽസ് ആണ്, ഐ ഫോക്കസ് ഓൺ ദാറ്റ്. ഈ കൺസൾട്ടിങ് ഓൾറെഡി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ടല്ലോ, അവർ ഈ കാര്യം ഫോക്കസ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഇന്ന് ആ പൊസിഷനിലോട്ട് എത്തിയത്. 19ാം സ്ഥാനം ഇസ് നോട്ട് എ സ്മോൾ നമ്പർ. തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലെ ഇൻവെസ്റ്റ്മെൻറ്റും ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമൊന്നും അല്ല കാര്യം. പണി നടക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിനോട് കണക്ട് ചെയ്തിട്ട് സെയിൽസും ദെൻ സെയിൽസിനോട് കണക്ട് ചെയ്തിട്ട് ഓപ്പറേഷൻസും ഇതങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യം ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഡെഫിനറ്റ്ലി പോവുള്ളൂ എന്നുള്ളതാണ്. ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ ഞാൻ സാധാരണ ഇതിൽ ഉദാഹരണം പറയാറുണ്ട്. അതായത് മൈജി ഷാജി മഞ്ജുവാരോടോ മോഹൻലാലിനോടോ ഇന്ന് എത്ര ഐഫോൺ വിറ്റു, ഇന്ന് എത്ര ലാപ്ടോപ്പ് സെയിലു, ഇന്ന് എന്താണ് നമ്മുടെ സാംസങ് കുറഞ്ഞു പോയത്, നോക്കിയ ഇതായിപ്പോയി എന്നൊക്കെ ഒന്നും ചോദിക്കില്ല. നമ്മളൊരു റെസ്റ്റോറൻറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിന് നമ്മുടെ ബാസിം പ്ലേറ്റിനെ വിളിച്ചു. ബാസിം പ്ലേറ്റിനെ വിളിച്ചിട്ട് ഇന്ന് എത്ര പ്ലേറ്റ് ബിരിയാണി വിറ്റു, ഇന്ന് ഷവർമ സെയിൽസ് കുറവാണ്, ഷവായി ഇത്രയും പോയിട്ടുള്ളൂ, അതിലൊരു ബിസിനസ് ചോദിക്കില്ല. ബാസിം പ്ലേറ്റിന്റെയും അല്ലെങ്കിൽ ഈ ബ്രാൻഡ് അംബാസിഡറിന്റെ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക, ആളുകളുടെ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, വാക്കിൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലേ. നിങ്ങളുടെ അവിടെ റെസ്റ്റോറൻറ്റിൽ വന്നതിന് ശേഷം ആ ഉൽപ്പന്നം നന്നാവുന്നിടത്ത് മാത്രമാണ് അതിന്റെ കൂടുതൽ വോള്യത്തിലേക്ക് പോകുന്നത്. പോസ്റ്റ് സെയിൽസ് എന്നാണ് ഞങ്ങൾ പൊതുവെ വിളിക്കാറ്. ആ പോസ്റ്റ് സെയിൽസ് അടക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊരു ഐഫോൺ വാങ്ങിച്ചു അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചു, നിങ്ങൾക്ക് നാളെ ഒരു കംപ്ലൈൻറ്റോ കൺസേൺ ഉണ്ട്, നിങ്ങൾ വിളിച്ച ആ കമ്പനി ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചു, പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങളത് ആ കമ്പനിയിൽ ഒരിക്കലും ഫോൺ വാങ്ങില്ല. സെക്കൻഡ് തിങ് നിങ്ങൾ ഒരാൾക്ക് റെഫർ ചെയ്യില്ല, റിപ്പീറ്റഡ് പർച്ചേസിലേക്കോ റെഫറൻസിലേക്കോ അത് പോവില്ല എന്നുള്ളതാണ്.
മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടി കാണാത്ത ബിസിനസ്സുകൾക്ക് ഇനി എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല, അത് എൻകാഷ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിട്ടേൺസ് എൻജോയ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ബേസിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ആ ഗോള് സെറ്റ് ചെയ്യുന്നില്ലാണ് കാര്യം. ഒരു ഗോളില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയൊരു ടൈം പീരീഡിലേക്ക് മാത്രമേ അത് പോവുകയും അത് സ്റ്റോപ്പ് ആവാനുള്ള ഒരു പോസിബിലിറ്റി. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസിനാണെങ്കിലും ബ്രാൻഡ് അംബാസിഡറിനെ അല്ലെങ്കിൽ പല ബ്രാൻഡിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ വരും. എന്നിട്ട് എൻ്റെ അടുത്ത് നിങ്ങളടുത്ത് വന്നിട്ട് പറയും, ഇല്ല അത് വർക്കൗട്ട് ആയില്ല, ഇത് വർക്കൗട്ട് ആയില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കാണുന്ന സമയത്ത് ദാറ്റ് വാസ് എ വെരി പ്രൊഡക്റ്റീവ് ക്യാമ്പയിൻ ദി ഹാവ് ഡൺ. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരാതിരുന്ന ചിലപ്പോൾ അവരുടെ ഓപ്പറേഷൻസിൽ ഡിഫിക്കൽട്ടി ആവാം, സെയിൽസിൽ വന്ന പ്രശ്നമാവാം, കളക്ഷൻസിൽ വന്ന പ്രശ്നമാവാം, ക്യാഷ് ഫ്ലോയിൽ വന്ന പ്രശ്നമാവും. അപ്പം പല ഫാക്ടേഴ്സും കൂടി അടങ്ങിയാലാണ് ഈ ഒരു മൊത്തം സംഭവം വർക്കൗട്ട് ആവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഈ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെയിൽസിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിയിൽ, ടൂൾസിൽ, അതിലെ റിസോഴ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നേരത്തെ റോഷൻ ഭായ് പറഞ്ഞതുപോലെ മലബാർ ഗോൾഡിനെ ലോകത്തെ നമ്പർ 1 ബ്രാൻഡാക്കി മാറ്റുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജി, റിസോഴ്സസിലെ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ പറയുണ്ടായി. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ ബഡ്ജറ്റിലോട്ട് എത്തും. അതായത് ഒരു ബ്രാൻഡ് അംബാസിഡറിന് അഫോർഡ് ചെയ്യാത്ത രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു നല്ല വീഡിയോ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബിയർ ചെയ്യാൻ തയ്യാറാവും. അതിന് ടെലിവിഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് പുഷ് ചെയ്യാനുള്ള ബഡ്ജറ്റ്, അല്ലെങ്കിൽ അത് തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് കൊടുക്കേണ്ട ബഡ്ജറ്റ്, അങ്ങനെ തുടങ്ങി ഇതിനെ സർക്കുലേറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു 10,000 ബ്രോഷർ പ്രിൻറ്റ് ചെയ്തു. ഈ പ്രിൻറ്റ് ചെയ്ത ബ്രോഷർ എൻ്റെ ഓഫീസിൻ്റെ അഡ്മിൻ റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം? ഞാൻ ഈ ബ്രോഷർ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി സ്പെൻഡ് ആവണം. സോ ഇവിടെ ഈ ക്ലാരിറ്റി ഉണ്ടാവുന്നതിനുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുള്ള നേരത്തെ ഈ ഇത്തരം പ്രോജക്ട്സുകളിലൊന്നും അല്ലെങ്കിൽ ഈ കൺസൾട്ടിങ്ങിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പല ചെറിയ പാളിച്ചകളും പറ്റാറുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ, ഒരു ഇ-കൊമേഴ്സ് ഒരുപാട് റെഫറൻസുകൾ പറയും, എനിക്ക് ഇ-കൊമേഴ്സിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെൻട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. വൺസ് ആ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തതിന് ശേഷം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത്, എക്സാമ്പിൾ നല്ലൊരു സെർവർ വേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ടാബ് ഓപ്പൺ ചെയ്താൽ ഇവൻ്റെ മുന്നിൽ മിന്ത്രയുണ്ട്, ആമസോൺ ഉണ്ട്, മീഷോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഓർഡർ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ ഒരു അബണ്ടൻറ്റ് ഒരു പർച്ചേസിലേക്ക് പോകാവുന്ന രീതിയിലൊരു പൊട്ടൻഷ്യൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു കാർട്ടിലേക്കൊരു യൂസർ ആ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പർച്ചേസ് ഫിനിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആളിലേക്ക് പോകാവുന്ന രീതിയിലുള്ള റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസുകളിലേക്ക്, ഓട്ടോമേഷൻ ടൂളുകളിലേക്ക്, അങ്ങനെ തുടങ്ങി ഇതിൻ്റെ കൂടുതൽ വരുന്ന മറ്റ് ടെക്നോളജിയിലേക്കും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന സ്പെൻഡിലേക്ക് എത്താൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സുകാർക്കും ഈ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ക്യാമ്പയിൻ്റെ കേസുകൾ പറയുമ്പോൾ അവരെല്ലാത്തിനും ഓക്കെയാണ്, പിന്നീടുള്ള കാര്യം പറയുമ്പം അവർ കൺസേൺഡ് ആണ്, ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇത് മാത്രം പോരെ. പക്ഷേ ഇത് മാത്രം പോരാ എന്നുള്ളത് പലപ്പോഴും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെന്റും കൂടെ അവിടെ വരുന്നത്. അതിനുള്ള കൃത്യമായിട്ട് ആൻസറാണ് പോഡ്കാസ്റ്റിന്റെ തുടക്കത്തിൽ റോഷൻ ഭായ് പറഞ്ഞത്. മാർക്കറ്റിംഗിൽ നിങ്ങൾ തരുന്ന ബഡ്ജറ്റ് മാത്രമല്ല എൻ്റെ മുന്നിൽ, അത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള 1 mm കോസ്റ്റ് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ തുടർച്ചയായിട്ട് വരുന്ന മറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കൂടി, മറ്റ് ബഡ്ജറ്റിംഗ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ലീഡ്സ്, ഞാനൊരു 1000 ലീഡ്സ് ജനറേറ്റ് ചെയ്തു. എൻ്റെ ഈ ലീഡ്സിനെ മുഴുവൻ ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് 5 പേരാണുള്ളതെന്ന് കരുതാം. ഒരു എക്സൽ ഷീറ്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ പൈപ്പ് ലൈൻസിനെ ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്പനീസുകളും നമ്മൾ അക്കാഡമി റെഫറൻസ് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഗ്രോ ചെയ്തിട്ടുള്ള വലിയ ബ്രാൻഡുകൾ റെഫറൻസ് പറയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആളുകൾ പ്രോപ്പറായിട്ട് ലീഡിനെ ഫോളോ അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന CRM ടൂളുകൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അവിടെ വരുമ്പോഴേക്കും നമ്മൾ കൺഫ്യൂസ് ആവും. എക്സൽ ഷീറ്റിന് മതി. അതിൽ ഈ എക്സൽ ഷീറ്റിനൊക്കെ ഇതിൽ പറ്റില്ല എന്നല്ല, പറ്റും ഒരു പരിധി വരെ, പോയിന്റ് വരെ. ഇപ്പം ഈ CRM വന്നതിന് ശേഷം ഞാനത് കണ്ടത് ഈ പോസ്റ്റ് കോവിഡാണ് അത് ഭയങ്കരമായിട്ടത് വന്നത്. പോസ്റ്റ് കോവിഡിലെ കോവിഡ് തൊട്ട്. അപ്പോൾ ഈ നമ്മൾ സെയിൽസ് ടീമിന് എല്ലാവർക്കും ഒരു വ്യക്തമായ ക്ലാരിറ്റി കൊടുക്കാൻ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന ഇമ്പാക്റ്റും ഒരു ഗൂഗിൾ ഷീറ്റിലോ ഒരു എക്സൽ ഷീറ്റിലോ വെക്കുന്ന ഒരു ഇമ്പാക്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഒരു ലീഡിൻ്റെ ഒരു ആയുസ് ഉണ്ടാവും എപ്പോഴും. ഒരു ലീഡ് ലൈഫ് ഓഫ് എ ലീഡ്, ആ ഒരു ലീഡ് നമുക്ക് ഫ്രൈഡേ വന്ന ഒരു ലീഡിനെ നമുക്ക് മൺഡേ കൺവേർഷനെക്കാളും ഏറ്റവും കൂടുതൽ ഹോട്ട് ചാൻസ് ആ ഫ്രൈഡേ തന്നെ കൺവേർട്ട് ചെയ്യുന്നില്ല. പണി അറിയാവുന്ന ആളുകൾ ആ സൺഡേ അത് ക്ലോസ് ചെയ്ത് അഡ്വാൻസ് ആയി പോയിട്ടുണ്ടോ? ഇത് ഞാൻ തന്നെ പല ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പല എൻ്റെ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്താൽ പാതിരാത്രി ആണെങ്കിൽ പോലും എനിക്ക് കോൾ വരാറുണ്ട്. അത് കോൾ വന്നാൽ ഞാൻ ഒരിക്കലും അത് എടുക്കാറില്ല. കാരണം ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് അല്ലേ അവിടെ ഞാനൊരു ലീഡ് വന്നു, ഐ എം ഇൻട്രസ്റ്റഡ്, നിങ്ങൾ പറഞ്ഞ ഒരു സാധനത്തിൽ ഐ എം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഓർ ഐ എം ഇൻട്രസ്റ്റഡ് ടു പർച്ചേസ് ആണെങ്കിൽ
ഐ എം ഗെറ്റിംഗ് എ കോൾ ബാക്ക്. അപ്പോൾ അവിടെ ഞാൻ എന്ന ഒരു വ്യക്തിയെ ഒരു കസ്റ്റമറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആ CRM ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പക്ഷേ ആൾക്കാർ അതിനെ ഒട്ടും സീരിയസ് ആയിട്ട് കാണാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരുപാട് ബ്രാൻഡുകൾ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും, മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും സക്സസ് ആവാത്തതിൻ്റെ റീസൺ ഒരുപക്ഷെ അതിൻ്റെ സെയിൽസിലേക്ക് പോകുന്നതിൻ്റെ പ്രോസസ്സിലേക്ക് അതെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടോ ഒക്കെയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടെക്നോളജിയും എല്ലാവരുടെ മുന്നിലും ഓപ്പണാണ്. അതെ, ആർക്കും തന്നെ ഏതെങ്കിലും രീതിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ടെക്നോളജിയും ഇന്ന് ലോകത്തില്ല. ഇത് ഓപ്പണാണ്, ഇൻ്റർനെറ്റ് വേൾഡാണ്. ഏത് ബിസിനസ്സിൻ്റെയും നമുക്ക് പുറത്തുനിന്ന് കോപ്പി അടിക്കുക എന്ന് പറയുന്ന പരിപാടികൾക്കൊന്നും ആയുസില്ല. എക്സ്റ്റേണലി നിങ്ങൾ ഏത് ബിസിനസ്സിനെ കോപ്പി ചെയ്തെടുത്താലും ഇൻറ്റേർണലി ആ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ, ഓപ്പറേഷൻസ്, അതിനകത്ത് സിസ്റ്റം, അതിനകത്ത് പീപ്പിൾ മാനേജ്മെൻറ്റ്, ഇതിലേക്ക് കൂടി ഒരു ബിസിനസ് എത്തുന്നതിൽ കൺസൾട്ടിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൂൾസിലും ടെക്നോളജിയിലും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് തിരിച്ചറിയാതെ ഹെവി സ്പെൻഡിൽ മാർക്കറ്റിംഗ് മാത്രം കൊണ്ട് ഈ ബിസിനസ് മുഴുവൻ എനിക്ക് കൊണ്ടെടുത്തേക്കാം. അതായത് ഒരു സൂപ്പർ സ്റ്റാറിന് ഉപയോഗിച്ചാൽ ഞാൻ മെഗാ സ്റ്റാറിന് ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ അവർ 100 ബോർഡ് വെച്ചാൽ ഞാൻ 200 ബോർഡ് വെക്കുന്നു. നിങ്ങൾ 100 ബോർഡിന് പകരം 200 ബോർഡ് വെക്കുന്നിടത്ത്, നിങ്ങൾ ഒരു സെലിബ്രിറ്റിക്ക് പകരം നിങ്ങളൊരു മെഗാ സ്റ്റാറിന് വെക്കുന്നിടത്ത്, നിങ്ങളൊരു 50 ഇൻഫ്ലുവൻസറിന് പകരം 100 ഇൻഫ്ലുവൻസറിന് വെക്കുന്നിടത്ത് നിങ്ങളുടെ ബിസിനസ് വളരില്ല. ക്ലിയർ ആണ്? വെരി മച്ച്. എക്സ്റ്റേണലി നിങ്ങൾ കോപ്പി ചെയ്തെടുക്കാവുന്നതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഏതൊരു ഓർഗനൈസേഷനും ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്റേണലി കിടപ്പുണ്ടെന്നുള്ളതാണ്. സോ അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. വി സ്റ്റാർട്ടഡ് ഫ്രം ഫിനാൻസ്. ആക്ച്വലി നമുക്ക് ബ്രാൻഡിങ്ങിലേക്ക് നിൽക്കുകയാണ്. ഫിനാൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റിംഗിലേക്ക് പോയി, ബ്രാൻഡിങ്ങിലേക്ക് പോയി, ടൂൾസിലേക്ക് പോയി. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് CA റോഷൻ സാർ. താങ്ക് യു. ഒരുപാട് സ്നേഹം. ഇത്രയും വർഷക്കാലത്തെ താങ്കളുടെ എക്സ്പീരിയൻസിലൂടെ ബിസിനസ്സുകളെ, ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യുന്നതിൽ, നിങ്ങളുടെ മാർക്കറ്റിങ്ങിലെ, നിങ്ങളുടെ സെയിൽസിലെ, നിങ്ങളുടെ HR ഓപ്പറേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. യെസ്, എക്സാക്ട്ലി. സോ അടുത്തൊരു QCD ടോക്സുമായി വീണ്ടും കാണാം. താങ്ക് യു.